പ്രൈസ് ദി ലോർഡ്. ഈ നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവമാകെ വരുവാൻ ദൈവം ഒരവസരം കൂടി നൽകിയതിനായിട്ട് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞാനൊരു വാക്യം വായിക്കുന്നു. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 38-39 വാക്യങ്ങൾ. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഈ പകൽക്കാലം നിങ്ങളോട് ചില അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു നമ്മെ സ്നേഹിച്ചത് ഏതെങ്കിലും ഒരു നശിച്ചു പോകുന്ന ഒന്നിനെ ചൂണ്ടിക്കാട്ടിയിട്ടല്ല. അവൻ നമ്മെ സ്നേഹിച്ചത്. നാം പാപികളായിരുന്നല്ലോ. നമ്മുടെ പാപത്തിൽ നിന്ന് നമ്മെ മോചിപ്പിക്കാനായിട്ട് ഏതെങ്കിലും ഒരു നടക്കാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ഭൂമിയിലെ എന്തെങ്കിലും ചൂണ്ടിക്കാട്ടിയിട്ടല്ല അവൻ നമുക്ക് വാഗ്ദത്തം തന്നത്. നമ്മോടുള്ള അവൻ്റെ സ്നേഹം പ്രദർശിപ്പിച്ചത് നമ്മെ പാപത്തിൽ നിന്ന് മോചിപ്പാനിരിക്ക കൊണ്ട് എന്നാണ്. പാപത്തിൽ നിന്ന് മോചിക്കാനിരിക്ക കൊണ്ട് അവന് യേശു എന്ന് പേരിടണം എന്നാണ്. അപ്പോൾ പാപത്തിൽ നിന്ന് മോചനമാണ് ദൈവം ആഗ്രഹിച്ച് തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത്. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു സ്വാധീനം സാത്താൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. വീണ്ടും നമസ്കരിക്കുക, ഇതെല്ലാം ഞാൻ നിനക്ക് തരാം, പ്രൈസ് ദി ലോർഡ്, നിനക്ക് വിശക്കുന്നല്ലോ, അതെല്ലാം അവൻ്റെ തന്ത്രങ്ങളായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവ് അതൊന്നുമല്ല നമ്മളോട് ആവശ്യപ്പെട്ടതും പറഞ്ഞതുമൊക്കെ. കർത്താവിൻ്റെ ആ തിരുവചനങ്ങളൊക്കെ അവൻ പഠിപ്പിച്ചതും അവൻ ചൊല്ലിയതുമൊക്കെ ജീവിതത്തിൽ വളരെ അർത്ഥവത്തായ കാര്യങ്ങളായിരുന്നു. നിത്യതയ്ക്ക് വേണ്ടിയുള്ളതായിരുന്നു, നശിച്ചു പോകാത്തതായിരുന്നു എന്നുള്ളതാണ്. ആ ക്രിസ്തുവിൻ്റെ സ്നേഹമാണ് ഞാൻ ഇന്ന് പകൽക്കാലം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. 1975 ജൂൺ മാസം 15-ാം തീയതി 2:30 മണിക്കും 4 മണിക്കും ഇടയിലുള്ള ഒരു പ്രത്യേക സമയം എനിക്കായിട്ട് ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു ആത്മഹത്യ ശ്രമത്തിൽ നിന്നാണ് ഞാൻ ഈ യേശുവിനെ അറിഞ്ഞത്. അതുവരെ ഞാൻ ഒരു പള്ളി ഭക്തനായിട്ട് ബൈബിൾ തുറക്കാതെ ബൈബിളും കൊണ്ട് നടക്കുന്നവനായിരുന്നു. ബൈബിൾ തുറക്കുകയില്ല, അപ്പോൾ തന്നെ ബൈബിൾ കൊണ്ട് നടക്കുമായിരുന്നു. അതുപോലെ കൊണ്ടുവച്ചിട്ട് പിറ്റേ ഞായറാഴ്ചയ്ക്ക് മാത്രം കൊണ്ടു നടക്കാൻ കൊള്ളാവുന്ന ഒരു ഞായറാഴ്ച മുതൽ അടുത്ത ഞായറാഴ്ച വരെ ഈ പുസ്തകത്തിന് യാതൊരു കേടുമില്ലായിരുന്നു. അങ്ങനെ ഓരോ 52 ഞായറാഴ്ചയും ഈ ബൈബിൾ കയ്യിലെടുക്കും, തിരിച്ചു കൊണ്ടുവയ്ക്കും. ഇതായിരുന്നു എൻ്റെ ജീവിതം. എന്നാൽ ഒരു ദിവസം എനിക്ക് മദ്യം കിട്ടാതെ വന്നപ്പോൾ, നിരാശ തോന്നിയപ്പോൾ, എല്ലാം എനിക്ക് പ്രതികൂലമായപ്പോൾ, ആരും എന്നെ സഹായിക്കാനില്ലായിരുന്നപ്പോൾ, എൻ്റെ സഹോദരങ്ങളോ മാതാപിതാക്കൾക്കോ അവരുടെ തെറ്റൊന്നുമല്ല, അവർക്ക് എന്നെ സഹായിക്കാൻ കഴിയില്ല. സമൂഹത്തിനോ എൻ്റെ യൗവനപ്രായത്തിലുള്ള എൻ്റെ തീരാത്ത ആഗ്രഹങ്ങൾ സാധിച്ചു തരാനോ ഈ ലോകത്തിൽ ആർക്കും കഴിയുകയില്ല. എന്ന് പറഞ്ഞാൽ പണമോ മറ്റു പ്രതാപമോ ഒന്നുമല്ല. എൻ്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ എനിക്ക് അന്ന് കഴിഞ്ഞില്ലായിരുന്നു. എനിക്ക് വേണ്ടതായിട്ടുള്ള ഒരു സുരക്ഷിതത്വം നഷ്ടപ്പെട്ട് എന്ന് തോന്നിയപ്പോൾ ഞാൻ ആത്മഹത്യയ്ക്ക് വേണ്ടി ശ്രമിക്കുകയായിരുന്നു. ഒറ്റ വാക്കി പറഞ്ഞാൽ, ഓടിക്കൊണ്ടിരിക്കുന്ന കേരള എക്സ്പ്രസിൻ്റെ മുമ്പിൽ ഞാൻ ചാടിയവനാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അവിടെ വെച്ച് ഞാൻ യേശുവിന് വേണ്ടി എൻ്റെ ജീവിതം സുവിശേഷം ഞാൻ കേട്ടിട്ടില്ല. ശരിയായ സുവിശേഷം ഞാൻ കേട്ടിട്ടില്ല. എന്നോട് ആരും സുവിശേഷം പറഞ്ഞിട്ടുമില്ല. ഒരു ട്രാക്റ്റ് എൻ്റെ നേരെ നീട്ടിയിട്ടില്ല. കാരണം ഞാൻ പള്ളി ഭക്തനാണല്ലോ. അതുകൊണ്ട് എനിക്കതിൻ്റെ ആവശ്യമില്ലെന്നും അവനോടിത് പറയേണ്ട ആവശ്യമില്ലെന്നും ആർക്കെങ്കിലും അങ്ങനെ തോന്നിക്കാണും. ഞങ്ങളെല്ലാവരും കൂടി ഞായറാഴ്ച പള്ളിയിൽ ഒരുങ്ങി പോകുന്നത് കാണുമ്പോഴോ അല്ലെങ്കിൽ ഒരു എന്ത് പറയാൻ, അങ്ങനെ എല്ലാവർക്കും ഒരു അറിയാവുന്നൊരു കുടുംബം, വ്യക്തി എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ അന്ന് പകലിൽ യേശുവേ എന്ന് വിളിച്ച്, കർത്താവേ എന്ന് വിളിച്ച്, ഇനി ജീവിക്കുന്നെങ്കിൽ ഞാൻ അങ്ങേക്ക് വേണ്ടി ജീവിച്ചോളാം എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് തിരികെ വന്ന്
എൻ്റെ മുറിയുടെ പൂട്ട് ഞാൻ തല്ലിപ്പൊട്ടിക്കാനും അല്ല പൂട്ടി താക്കോല് കായലിൽ എറിഞ്ഞിട്ടാണ് ഞാൻ മരണത്തിനായി കാത്തിരുന്നത്. ഞാൻ എഴുതി വെച്ച ലെറ്ററെല്ലാം വലിച്ചു കീറി പുസ്തകമെടുത്ത് ഞാൻ വായിച്ചു. ചൊവ്വാഴ്ച കേരള എക്സ്പ്രസ് തുടങ്ങിയ സമയത്ത് അതിന് സ്പീഡ് കൂട്ടിയ സമയമായിരുന്നു. അന്ന് കേരള എക്സ്പ്രസ് എന്നല്ലായിരുന്നു, കേരള കർണാടക അല്ലെങ്കിൽ KK എക്സ്പ്രസ് എന്നായിരുന്നു അതിന് പേര് പറഞ്ഞു വന്നത്. അങ്ങനെ ആ ദിവസം എൻ്റെ ജനന ദിവസമായിരുന്നു. 1975 ജൂൺ മാസം 15-ാം തീയതി ചൊവ്വാഴ്ച 2:30-നും 4-നും ഇടയിലുള്ള സമയത്ത് യേശു എന്നെ സ്നേഹിച്ചു എന്ന് എനിക്ക് ബോധ്യമായി. യേശു എനിക്ക് വേണ്ടി മരിച്ചു എന്ന് ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി ഈ വാക്യം വായിക്കുന്നു. അന്ന് എനിക്കിതറിയില്ലായിരുന്നു ഇതിൻ്റെ അർത്ഥം, പക്ഷെ ഞാൻ വായിച്ചു വിട്ട ഭാഗമായിരുന്നു. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ എന്ന് വെല്ലുവിളിച്ച തിരുവചനം ഒരു വ്യക്തിയുടെ വെല്ലുവിളിയായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് വേർതിരിപ്പാൻ ആർക്കും കഴിയില്ല എന്ന് മനസ്സിലാക്കിയൊരു ദിവസമുണ്ടായിരുന്നു. ഇന്നും ആ വചനം എന്നെ പിന്തുടരുന്നതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ, എനിക്ക് നിങ്ങളോടായിട്ട് പറയാനുള്ളത്, നിങ്ങൾ ഉപദേശിക്കുകയല്ല, ഈ ദൈവത്തിൻ്റെ വചനം എന്നോടൊരു വെല്ലുവിളി ഏറ്റെടുക്കുവാൻ തയ്യാറായപ്പോൾ ഞാൻ പൂർണ്ണമായിട്ട് ഈ വചനം ഏറ്റെടുക്കുകയായിരുന്നു. അതെന്നെ ജീവിതത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്കായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.